comment and subscribe. ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സുകാരുടെ കേരള സിലബസുകാരുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് ആണ്. മക്കളെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, ക്ലാസ്സൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ അങ്ങനെ പറയല്. പക്ഷേ ഇതിൽ എല്ലാ ലൈനുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജിൽ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ, ഈ പടം നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസം ഹാവ് എ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്, വാട്ട് ആർ ദേ? അതായത് ഈ പടത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മളൊരു മാവിൻ്റെ അടിയിൽ ഒരു കുട്ടി ഇരുന്ന് മാങ്ങ കഴിക്കുന്നത് കാണാം. വേറെ ഒരു കുട്ടി അവിടെ ഒരു ഒച്ചിനെ തൊടുന്നത് കാണാം. വേറെ ഒരു കുട്ടി മുഖം കഴുകുന്നു. പിന്നെ വേറെ 2 കുട്ടികൾ മറ്റേ പാട്ടയം ഇങ്ങനെ അടിച്ചിട്ട് തത്തകളെ, ഈ വയലിൻ്റെ അവിടെ വന്ന തത്തകളൊക്കെ ഓടിക്കുന്നത്. ഈ പിക്ചേഴ്സാണ്, 4 പിക്ചേഴ്സാണ് നമുക്കവിടെ ആ ഒരു ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കവിടെ പോയിൻ്റ് വൈസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എ ചൈൽഡ് ടേസ്റ്റിങ് എ മാംഗോ. ഓക്കെ, അത് നമ്മൾ എഴുതി. എ സ്നെയിൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ഷെൽ വെൻ ഇറ്റ്സ് ബി ടച്ച്ഡ്. അതായത് ആ കുട്ടി തൊടുമ്പോൾ എന്താണ്, ആ ഒച്ച് ഇങ്ങനെ ആ എന്താ പറയുക, ശംഖ് എന്നല്ല പറയുക, അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഒരു പിക്ചർ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെഴുതാം? വേറെ ആ കുട്ടി മുഖം കഴുകുന്നത് അത് എഴുതാം. പിന്നെ അല്ലെങ്കിൽ ആ കുട്ടികൾ മറ്റേ ഇങ്ങനെ അല്ലെങ്കിൽ പാരറ്റ്, ആ ശബ്ദം കേൾക്കുമ്പോൾ പാരറ്റ് ഇങ്ങനെ പറക്കുന്നത്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസം റെസ്പോണ്ട് ഹിയർ? അപ്പോൾ നമ്മൾ സെക്കൻഡ് പേജിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സിനാണ് അവിടെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റു ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു കുട്ടി മാങ്ങ കഴിക്കുന്നു, അപ്പോൾ ടേസ്റ്റ്, പിന്നെ ഒച്ചിനെ തൊടുന്നു, ടച്ച്, പിന്നെ എന്തൊക്കെയാണ്, ശബ്ദം കേൾക്കുമ്പോൾ ആ പക്ഷികൾ അല്ലെങ്കിൽ തത്തമ്മകൾ പറക്കുന്നു. അപ്പോൾ ഹിയറിങ് കേട്ടിട്ട് അവിടെ ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ അതിങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഹിയർ ചെയ്യുന്നുണ്ട് അല്ലേ, കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്താ ഉള്ളത്? 4 വേണം. ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യുന്ന ടച്ച് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, കേൾക്കുന്നുണ്ട്, പിന്നെന്താ ഉള്ളത്? പിന്നെ നമുക്ക് ആ കുട്ടി മുഖം കഴുകുന്ന കാണാം. അപ്പോൾ ഈ മുഖം കഴുകുന്ന നമുക്കറിയാം, വെള്ളം ഒഴിക്കുമ്പോൾ സമയത്ത് നമ്മളെ കണ്ണടയ്ക്കൽ അതൊരു റെസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ, ഇപ്പോൾ ടീച്ചർമാർ തരും, അതിനനുസരിച്ച് നിങ്ങളവിടെ എഴുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തൊക്കെ മനസ്സിലാവുന്നു വെച്ചിട്ട് എഴുതാം. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ തന്നിട്ടുണ്ട്, ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുലൈ. സ്റ്റിമുലൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു ചൂടുവെള്ളത്തിൽ അറിയാണ്ട് കൈ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈ പെട്ടെന്ന് വലിക്കും ഇല്ലേ? ആ പെട്ടെന്ന് വലിക്കുക, ആ ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മൾ കൈ വലിക്കുന്നുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കൈ വലിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ചൂട് തട്ടുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായത് ഒരു സ്റ്റിമുലയാണ്. ദാറ്റ് ഇസ് ദ സെൻസസ്. നമുക്കൊരു സെൻസ് വന്നു, ചൂടാണ്, അപ്പോൾ ഒരു സ്റ്റിമുലൈ നമുക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനോട് റെസ്പോണ്ട് ചെയ്തു, നമ്മൾ കൈ വലിച്ചു. അപ്പോൾ അതിനെ പറയുന്നത് ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം. നമ്മളിൽ അതിന് റെസ്പോൺസ് ഉണ്ടായി, നമ്മൾ ചൂട് തട്ടിയപ്പോൾ നമ്മളത് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ആ ഉണ്ടായ ഒരു സെൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിമുലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലൈ ഇൻ ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്? അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത് മാത്രമാണോ സ്റ്റിമുലൈ? അല്ല, നമ്മുടെ ശരീരം 2 ടൈപ്പ് ഓഫ് സ്റ്റിമുലൈ പറയാം. ഇൻറ്റേർണൽ സ്റ്റിമുലൈ, എക്സ്റ്റേർണൽ സ്റ്റിമുലൈ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? സ്റ്റിമുലൈസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, ഇതൊക്കെ എന്താണ്? എനിക്ക് സ്റ്റിമുലൈ ആണ്. അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ദാഹിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പോയി വെള്ളം കുടിക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതും എനിക്കൊരു സ്റ്റിമുലൈ ആണ്. ഓക്കെ, അപ്പോൾ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, ആ സ്റ്റിമുലൈ ഫോംഡ് ഇൻസൈഡ് ദ ബോഡി. ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു സ്റ്റിമുലൈ ആണ് എന്തിട്ട്? ഹങ്കർ, വിശപ്പ് എന്ന് പറയുന്നത്, തേഴ്സ്റ്റ്, ദാഹം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഉള്ളിലുണ്ടാവുന്ന ഒരു സ്റ്റിമുലൈ ആണ്, നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ സച്ച് സ്റ്റിമുലൈ. ഇനി ഇതുപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ നമ്മൾ ചുറ്റുമുള്ള എന്തൊക്കെ കാര്യത്തിലൂടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കവിടെ എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? ഇനി എങ്ങനെയാണ് ഈ ബോഡി റിസീവ് സ്റ്റിമുലൈ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാനിപ്പോൾ ചൂടുവെള്ളത്തുമ്പോൾ തൊട്ടപ്പോഴാണ് ഞാൻ കൈ വലിച്ചത്. അപ്പോൾ തൊടലാണ് അവിടെ ബോഡിക്ക് അവിടെ എന്ത് ചെയ്തത്? സ്റ്റിമുലൈ കിട്ടിയത് അല്ലേ? അപ്പോൾ ടച്ചാണ് അവിടെ സ്റ്റിമുലൈ വന്നത്. അതുപോലെ നമ്മൾ ഓരോ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല ടൈപ്പിലായിരിക്കും സ്റ്റിമുലൈസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്സർവ് ഇല്ലുസ്ട്രേഷൻ 1.1 ആൻഡ് ഫോം ഇൻ്റർഫിയറൻസ്. അപ്പോൾ നമ്മൾ അടിയിലൊരു പിക്ചർ വന്നിട്ടുണ്ട്. ആദ്യം ഒരു
ടങ്കിൻ്റെ ഒരു നാക്കിൻ്റെ തന്നിട്ടുണ്ട്. നാക്കിൻ്റെ അവിടെയുള്ള ഒരു സെല്ലിൻ്റെ ഒരു പിക്ചർ അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് കൊടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നിങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ പിക്ചറാട്ടോ. കണ്ണിൻ്റെ ഉൾഭാഗത്തിലേക്ക് പോയിട്ടുള്ളതാണ്. കണ്ണിൻ്റെ മുകളിൽ നിന്നും പിന്നെ അതിൻ്റെ ഉൾഭാഗത്തിലത്തെ ഉള്ള സാധനങ്ങളാണ് അവിടെ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ there are specialized cells in sense organs and other part of the body that receive stimuli. These cells are known as receptors. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സെൻസ് ഓർഗൻസ് അറിയില്ല. സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കും. കണ്ണ് ഒരു സെൻസ് ഓർഗനാണ് അല്ലേ? എന്തൊക്കെ സെൻസ് ഓർഗൻസ് ഉണ്ട്? കുറേ സെൻസ് ഓർഗൻ. കണ്ണുണ്ട്, ഇപ്പോൾ നമ്മൾ സ്കിന്ന് പറയാം. ഇതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഇതാവുന്നെന്ന് പറയുമ്പോൾ എൻ്റെ കൈ അവിടെ തൊട്ടു, അതായത് അവിടെ സ്കിന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണെന്ന് പറയുന്ന സെൻസ് ഓർഗൻ, ഇയർ എന്ന് പറയുന്നത് അല്ലേ, ഇതൊക്കെ സെൻസ് ഓർഗൻസ് ആണ്. അപ്പോൾ ഈ സെൻസ് ഓർഗൻസുമ്പോൾ എല്ലാത്തുമേ ചില സെൽസുകളുണ്ട്. ആ സെൽസാണ് ഈ ബോഡീൻ്റെ ഉള്ളിലേക്ക് സ്റ്റിമുലൈന് കയറ്റുന്നത്. ആ സെൽസാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതില്ലേ, അതായത് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്ക് അങ്ങനെ അടിക്കുകയാണെങ്കിൽ നമ്മൾ കൈ പെട്ടെന്ന് വലിക്കുന്നു. അപ്പോൾ ആ ഷോക്ക് തട്ടിയത് എന്താണ്? കാരണം ഇവിടെ സ്കിന്നുണ്ടല്ലോ, ഈ സ്കിന്ന് എന്ന് പറയുന്ന സെൻസർ, ഈ സ്കിന്നിൻ്റെ അവിടെ ഒരു സെല്ലുണ്ട്. ഈ സെല്ല് എന്ത് ചെയ്യും? ആ ഷോക്കിനെ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഒരു ഇതാക്കുന്നുണ്ട്, കയറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു സെല്ല്, സ്പെഷ്യൽ സെല്ലിനെ പറയുന്ന പേരാണ് റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ സ്പെഷ്യൽ സെൽസ് ഉണ്ട്. ഇവിടെ സെൻസ് ഓർഗൻസിൽ സ്പെഷ്യൽ സെൽസ് ഉണ്ട്. അതാണ് സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നത്. ആ സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റിമുലൈ എന്ന് ചോദ്യം വരാം. മുമ്പത്തേൽ സ്റ്റിമുലൈൻ്റെ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് അവരുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ മാർക്ക് ചെയ്തേക്കുക. പിന്നെ അടിയിൽ റിസപ്റ്റേഴ്സിൻ്റെ ഇവിടെയും നമ്മളൊന്ന് ബ്രാക്കറ്റ് ഇട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ദ റിസീവ് സ്റ്റിമുലൈ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസ്. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റിമുലൈനെ എടുത്തിട്ട് അവിടെ ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നത്. ഇമ്പൾസ് വെച്ചാൽ പിന്നെ വരുന്ന മെസ്സേജുകളാണ് പറഞ്ഞുതരാം. അപ്പോൾ നോർമലി റെസ്പോൺസസ് ഒക്കർ വെൻ ദ ഇമ്പൾസസ് ജനറേറ്റഡ് ബൈ ദ റിസപ്റ്റേഴ്സ് ഓൺ ദ റിസീവിങ് സ്റ്റിമുലൈ റീച്ച് ദ ബ്രെയിൻ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കൈമൊക്കെ പറഞ്ഞില്ലേ, ഷോക്ക് കട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്റർ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ ഇമ്പൾസ് പറയുമ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തൊരു അത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കും. ഇപ്പോൾ ബ്രെയിൻ പറയും, അയ്യോ പെട്ടെന്ന് എന്താ പറയുക, കൈ എടുത്തോ എന്നുള്ളൊരു മെസ്സേജ് നേരെ ആ റിസപ്റ്റർക്ക് വീണ്ടും തിരിച്ച് അവിടെ എത്തിക്കും. അങ്ങനെയാണ് നമ്മൾ ആ കൈ വലിക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിനിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ഇമ്പൾസിനെ അവിടെ വരെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ കൈമ തട്ടി ആ കൈമുള്ള റിസപ്റ്റർ മുതൽ നമ്മൾ തലച്ചോറിലേക്ക് എത്തണ്ടേ. അപ്പോൾ അതുവരെ എത്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ. ആ കണക്ഷനെ പറയുന്ന പേരാണ് എന്തുട്ട്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ നെർവസ് സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദിസ് ആക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കൺട്രോൾ ചെയ്യും കോർഡിനേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ പേരാണ് നെർവസ് സിസ്റ്റം. അപ്പോൾ അനലൈസ് ഫിഗർ 1.1 ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മേജർ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ഏതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചറിൽ 1.1 തന്നിട്ടുണ്ട്, ബ്രെയിൻ തന്നിട്ടുണ്ട്, സ്പൈനൽ കോഡ് തന്നിട്ടുണ്ട്, പിന്നെ നെർവ് എന്ന് വെച്ചാൽ ഞരമ്പുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. അതാണ് നെർവസ് സിസ്റ്റം എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടുവരുന്നതാണ് ന്യൂറോൺ. ന്യൂറോൺ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ന്യൂറോൺ ഓർ ദ നെർവ് സെൽ ഈസ് എ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് യൂണിറ്റാണ് എന്ന് പറയുന്നത് ന്യൂറോൺ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറേ ഇങ്ങനെ ഉള്ള നെർവുകളുടെ മിക്സിങ് ആണെന്ന് പറയില്ലേ. അപ്പോൾ ഒരു നെർവ് ഇങ്ങനെ 2-3 നെർവുകളൊക്കെ ജോയിൻ ചെയ്ത് കുറേ ആകുമ്പോഴാണ് നെർവസ് സിസ്റ്റമായിട്ട് മാറുന്നത്. അതിൽ ഒരെണ്ണമാണ് എന്ത്? നെർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നതൊക്കെ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ചോദിക്കാൻ വിച്ച് ഇസ് എ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്നാണ്? ന്യൂറോൺ ആണ് ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ലൈക്ക് ഓൾ അതർ സെൽസ് ന്യൂറോൺ ഹാവ്. ഇപ്പോൾ നമ്മളൊരു സെല്ലെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, സൈറ്റോപ്ലാസം, അതിന് ചുറ്റുമുള്ള ആ ഫ്ലൂയിഡ് ഇങ്ങനെ ഒരു ജെല്ല് പോലെ സാധനം, അതിനാണ് സൈറ്റോപ്ലാസം എന്ന് പറയുക. അതിൻ്റെ പുറത്ത് ആ കവറിങ്ങിനെയാണ് സെൽ മെംബ്രെയിൻ പറയുന്നത്. എല്ലാ സെൽസിനും ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും അതുപോലെ ഉണ്ട്. പാരലൈസ് ദ ഇല്ലുസ്ട്രേഷൻ 1.1 ആൻഡ് ടാബുലേറ്റ് ദ മെയിൻ പാർട്ട് ഓഫ് ന്യൂറോൺ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻ റൈറ്റ് ദം ഇൻ ദ സയൻസ് ടെക്സ്റ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ ഇതിനെ വരയ്ക്കാൻ ചോദിക്കാം. എന്നിട്ട് അതിൻ്റെ പാർട്ടുകൾ എന്താ പറയുന്നത്, ഐഡൻറ്റിഫൈ പാർട്ടുകൾ അടയാളപ്പെടുത്താനും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത് വരയ്ക്കാനും പഠിക്കുക, ആ ബോക്സുകൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ എന്താണ് നമുക്കറിയാം, നടുവിൽ ന്യൂക്ലിയസ്, നടുഭാഗം അവിടെ മാർക്ക് ചെയ്തതിന് ന്യൂക്ലിയസ്, അതിന് ചുറ്റുമുള്ളതിനെ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു. പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് സെൽ മെമ്പർ എന്നല്ല സെൽ ബോഡി എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ സെല്ലിൻ്റെ ബോഡിനെ ഒരു സെൽ ബോഡി അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് പഠിക്കാനുള്ളത് അതിൽ നിന്ന് പോകുന്ന ഒരു ഇങ്ങനെ ഒരു ബ്രാഞ്ച്, ഒരു ഇതില്ലേ,
ഒരു വേര് പോലെ ഇങ്ങനെ ആദ്യം പോകുന്ന ഒരു ഇതുണ്ട്, ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. രണ്ടാമത്തെ ബോക്സിലേക്ക് നോക്കാം, മഞ്ഞളിൻ്റെ രണ്ടാമത്തെ ബോക്സിൽ നോക്കാം, ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ എന്ന് പറയുമ്പോൾ പറഞ്ഞത് ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. അപ്പോൾ അതായത് ആ സെൽ ബോഡി എന്ന് പറയുന്നത് നിന്നിട്ട് ആദ്യത്തെ ഫിലമെൻറ്റിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. അതായത് സെൽ ബോഡിയിൽ നിന്ന്, സെൽ ബോഡി എന്ന് വെച്ചാൽ ഉൾഭാഗം, ഈ ഉൾഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വരുന്ന കാര്യം അവിടേക്ക് എത്തിക്കുക, ഡെൻഡ്രൈറ്റിൽ നിന്നിട്ട് സെൽ ബോഡിയിലേക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫറിങ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുക ഡെൻഡ്രൈറ്റ് എന്നാണ്. ഡെൻഡ്രൈറ്റ് എന്ന് വെച്ചാൽ ഈ ഡെൻഡ്രോണിൽ നിന്ന് വരുന്ന പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ഇല്ല, അതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ദ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് വേറെ ഒരു നെർവിൽ നിന്ന് വല്ല ഇമ്പൾസ് വരുന്നത് ആദ്യം ആ കുഞ്ഞ് ബ്രാഞ്ചിലേക്ക് എത്തും, ആദ്യം കുഞ്ഞിലേക്ക് എത്തും, അതിനെ പറഞ്ഞ ഡെൻഡ്രൈറ്റ്. ആ കുഞ്ഞത് എന്ത് ചെയ്യുന്നു, ആ വലുതിൽ ഡെൻഡ്രോൺ വഴി പിന്നെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് ആ ഫസ്റ്റ് ഭാഗത്തുള്ളത്. ഇനി നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ഷ്വാൻ സെൽ എന്ന് പറയുന്ന ഒരു സെല്ല് കണ്ടിട്ടുണ്ട്. എന്താ ഷ്വാൻ സെൽ എന്ന് പറയുന്നത്? ഷ്വാൻ സെൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കവറിങ് പോലത്തെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷ്വാൻ സെല്ല്. എൻറിച്ചസ് ദെയർ ആക്സൺ. അപ്പോൾ ആക്സൺ എന്താണെന്ന് അറിയണ്ടേ? അതെ, അപ്പോൾ ആക്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ ട്യൂബില്ലേ, ആ ഇവിടെ മുതൽ അവിടം വരെയുള്ള വലിയ മഞ്ഞ ട്യൂബ് പോലെ വന്നിട്ടുള്ള അതാണ് ആക്സൺ എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ആ സെൽ ബോഡിയിൽ നിന്നിട്ടുള്ള ഒരു ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് എന്ത് പറയുന്നത്, ആക്സൺ എന്ന് പറയുന്നത്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതായത് സെൽ ബോഡിയിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ അറ്റം വരെ ആ മറ്റേ ഈ വാലിൻ്റെ അറ്റം ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ എത്തിക്കുന്ന ആളാണ് ആക്സൺ എന്ന് പറയുന്നത്. പിന്നെ ആക്സണൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ പിക്ചർ വന്നിട്ടില്ലേ, അതിൽ നിന്ന് വരുന്ന പിന്നെയുള്ള ബ്രാഞ്ചസുകളെ പറയുന്ന പേരാണ് ആക്സണൈറ്റ് എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് ഓഫ് ആക്സൺ ദറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു. പിന്നെ അറ്റത്തിൻ്റെ ഭാഗത്തിനാണ് സിനാപ്റ്റിക് നോബ്. ഈ പേരുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫങ്ഷൻസുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് എന്താണ്, ഈ ആക്സൺ അറ്റം ഭാഗത്തുള്ള ഒരു ഇങ്ങനെ റൗണ്ട് സ്ട്രക്ചർ ഇല്ലേ, അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ പഠിക്കണം. ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ സെൽ ബോഡി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ അതുമെന്ന് വരുന്ന ഫസ്റ്റത്തെ ഉള്ള ഇങ്ങനെ ഒരു വേര് പോലത്തെ സാധനത്തിനെ പറയുന്ന പേര് ഡെൻഡ്രോണ്. അതിൽ നിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസിനെ പറയുന്നത് ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഇനി അവിടെ ഫംഗ്ഷൻ നോക്കാം. നമ്മൾ ഡെൻഡ്രൈറ്റ് ആ കുഞ്ഞു ബ്രാഞ്ചസ് എന്ത് ചെയ്യും, മറ്റുള്ള ന്യൂറോണിൽ നിന്ന് എന്ത് വരുന്നു, ഈ മെസ്സേജുകളെ അല്ലെങ്കിൽ ഇമ്പൾസുകളെ ആർക്ക് കൊടുക്കുന്നു, ആ വലിയ വേരിലേക്ക് കൊണ്ടുവന്നു, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. അതാണ് അവിടെ വരുന്ന ഫംഗ്ഷനെ നമ്മളവിടെ എഴുതാൻ പറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്ന വലിയൊരു ട്യൂബ് വരുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് നീളത്തിൽ. അതിനെ പറഞ്ഞ പേര് ആക്സണ്. ഈ ആക്സണിൻ്റെ ചുറ്റുമുള്ള കവറിനെ പറയുന്ന പേരാണ് ഷ്വാൻ സെല്ല് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അറ്റത്തേക്ക് വരുമ്പോൾ ഉള്ളൊരു ബ്രാഞ്ച് ഇങ്ങനെ ഒരു വേര് പോലത്തെ നിൽക്കുന്ന അതിനെ ആക്സണൈറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു ചെറിയ ചെറിയ മണി പോലത്തെ സാധനങ്ങൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മാർക്കിങ് ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് പേരറിയുമെങ്കിൽ പിന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു പാരഗ്രാഫിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത് പഠിച്ചേ പറ്റൂ, മാർക്കിന് വരും. ഓക്കെ, ഇനി പറഞ്ഞു ആക്സൺസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ് ആർ റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ, എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ ആക്സൺ എന്ന് പറയുമ്പോൾ നീളത്തിലുള്ള ആ വര പോലത്തെ ഒരു ഇതായിരുന്നില്ല, അവിടെ മുതൽ അറ്റം വരെയുള്ള അത്. ഈ ആക്സണിന് ചുറ്റും എന്തുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷ്വാൻ സെല്ലുണ്ട്, ഒരു സെല്ലുണ്ട്, ഷ്വാൻ സെല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കൂടാതെ ആക്സണിന് എന്ത് ചെയ്യണം, അതിനെ സർക്കിൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ചുറ്റിയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെ പറയുന്ന പേരാണ് എന്തൊട്ട്, നമ്മുടെ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആക്സനെ ചുറ്റിയിട്ടുള്ള കുറേ ലെയറുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് കുറേ ലെയറുകൾ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നുണ്ടോ, അതിനെയാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അതുണ്ടാക്കിയിട്ടുള്ള സെല്ലാണ് എന്തൊട്ട് ഷ്വാൻ സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ലിപ്പിഡ് ലെയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനലൈസ് ഇല്ലുസ്ട്രേഷൻ 1.3 ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ആക്സന് ചുറ്റും കുറേ ഇങ്ങനെ മൊട്ടമൊട്ടായിട്ടുള്ള ഇങ്ങനെ ഓരോ സാധനങ്ങൾ തന്നിട്ട് അതിലെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നു. അവിടെയുള്ളൊരു സെല്ല്, അതാണ് ഷ്വാൻ സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അവിടെ പിക്ചറിൽ. ഫൈൻഡ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈലിൻ ഷീത്ത് ആൻഡ് പ്രിപ്പയർ നോട്ട് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ദാറ്റ് ഈസ് നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സൺ. അപ്പം നെർവ് അല്ലെങ്കിൽ ഞരമ്പ് എന്ന് പറയുന്നത് എന്നാണ്, ഇങ്ങനെ കുറേ ആക്സൻസ് ജോയിൻ ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ഓഫ് ആക്സൺ ആണ് ഈ നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെർവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ആക്സൻസ് ആണ്.
അപ്പോൾ മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻസ്. നമ്മൾ പറഞ്ഞു മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ആ ഒരു ഇങ്ങനെ ആക്സണിന് ചുറ്റുമുള്ള ഇങ്ങനെ ഓരോ ലെയറുകൾ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലാണ് ഷ്വാൻ സെൽ എന്ന് പറഞ്ഞു. മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ബൈ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. അതായത് നമ്മൾ മുന്നത്തെ പേജിൽ ഒരു പിക്ചർ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്കിവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് ഷ്വാൻ സെല്ലാണ്. പക്ഷേ ബ്രെയിൻ, നമ്മുടെ തലച്ചോറിലും നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ ബാക്കിൽ കിടന്ന നട്ടെല്ല് എന്നൊക്കെ പറയില്ലേ, അതെ. അപ്പോൾ ബ്രെയിനിലും സ്പൈനൽ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ പറയുക, ഷ്വാൻ സെല്ല് കൊണ്ടല്ല, അതിന് പകരം വേറൊരു സ്പെഷ്യൽ സെല്ലാണ്. ആ സെല്ലിനെ പറയുന്ന പേരാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ മൈലിൻ ഷീത്ത് ഹാസ് ഷൈനി വൈറ്റ് കളർ. അപ്പോൾ ഇങ്ങനെ ഈ സെല്ല് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരു നല്ല വെള്ള കളറാണ്. ഇവിടെ തലച്ചോറിലും സ്പൈനൽ കോഡ് നട്ടെല്ലിലും അവിടെ വെള്ള കളറിലാണ് ഈ മൈലിൻ ഷീത്ത് ഉള്ളത്. ദ പാർട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ആർ കോൾഡ് വൈറ്റ് മാറ്റർ. അപ്പോൾ ഇങ്ങനെ ഈ ബ്രെയിനിലും ഈ നമ്മുടെ നട്ടലിലും ഇങ്ങനെ ചില ഭാഗങ്ങളിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഈ വെള്ള കളറിലുള്ള ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് ഉള്ള മൈലിൻ ഷീത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആ ഭാഗത്തിന് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. അപ്പോൾ അതുള്ള ഭാഗത്തിന് വൈറ്റ് മാറ്റർ, മൈലിൻ ഷീത്ത് ഉള്ളവരെ വൈറ്റ് മാറ്റർ എന്ന് പറയും. ഇനി മൈലിൻ ഷീത്ത് ഇല്ലാത്ത മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആൾക്കാർ വരും. അപ്പോൾ അത് വെള്ളയാവോ? ഇല്ല, വെള്ളമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തിന് നമ്മൾ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് വൈറ്റ് മാറ്റർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വൈറ്റ് മാറ്റർ എന്ന് വെച്ചാൽ തലച്ചോറിലും സ്പൈനൽ കോഡിലും എന്താണ്, അതായത് നമ്മുടെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ള സെൽസ് ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വൈറ്റ് കളർ ആയതുകൊണ്ട് അവിടെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. അതല്ലാത്ത നോൺ മൈലിനേറ്റഡ് ഷീറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? അവിടെ നോൺ മൈലിനേറ്റഡ് ഷീറ്റിനെ പറയുന്നത് ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. ഇനി ദ മേജർ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. അപ്പോൾ ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്? എന്തൊക്കെയാണ് മൈലിൻ ഷീറ്റിൻ്റെ ഇത് വരാം? ഒന്നാമത്തത് ആ മറ്റേ ആക്സന് പ്രൊട്ടക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും, ആ പിക്ചറിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് എന്തൊക്കെയാണ്? അത് പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ആക്സൺ, അതായത് ആ ഒരു ആക്സൺ എന്ന് പറയുന്ന ആ ഒരു പാസേജ് പോലത്തെ സംഭവമാണ്. അതിന് ന്യൂട്രിയൻറ്റുകൾ കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക, ന്യൂട്രിയൻറ്റ് ഓക്സിജൻ കൊടുക്കുക. ആക്സിലറേറ്റ് ഇമ്പൾസസ്. ആക്സിലറേറ്റ് ഇമ്പൾസ് എന്ന് വെച്ചാൽ ഒരു ഇമ്പൾസ് വരുമ്പോൾ ഇവിടെ നിന്ന് അവിടം വരെ എത്തിക്കുക എന്ന് പറയില്ല, അത് ട്രാൻസ്ഫർ ചെയ്യുക, അതിനാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അതാണ്. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. എന്താ ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ? ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ കറണ്ട് പാസ്, ഇൻസുലേറ്റർ കണ്ടക്ടർ കേട്ടിട്ടുണ്ടോ? കണ്ടക്ടർ എന്ന് വെച്ചാൽ കറണ്ട് പാസ് ചെയ്യുന്നവരാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ അത് പാസ് ചെയ്യാത്തവരാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററിനെ പോലെ അവർ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻസുലേറ്ററിനെ പോലെ ആക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്ട് ദ ആക്സൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, പിന്നെ മറ്റുള്ള പുറത്തു നിന്നുള്ള ഷോക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ ഈ 4 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചേ പറ്റും. 4 പോയിന്റ് ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ആക്സൺ. പിന്നെ എന്ത് ചെയ്യുന്നു? ഈ നമ്മൾ മെസ്സേജിന് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെന്താ പറയുക? ഇമ്പൾസ്. മെസ്സേജ് നല്ല ഇമ്പൾസ്, മെസ്സേജ് സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആക്സലറേറ്റ് ഇമ്പൾസുകളെ ഇതാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആക്ട് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ എന്താ? പ്രൊട്ടക്ട് ദ ആക്സൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, പുറത്തുനിന്ന് വരുന്ന ഒരു ഇത്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ദ ആക്സനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇയാളെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത്. നമുക്കറിയാലോ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഷ്വാൻ സെല്ലുകളാണ്. പക്ഷേ ബ്രെയിനിലും സ്പൈനൽ കോഡിൽ വേറെ സെല്ലിന് പറയുന്നതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നാണ്. ഗ്രേ മാറ്റർ എന്താണ്? മൈലിനേറ്റഡ് അല്ലാത്ത ഭാഗം, മറ്റേത് മൈലിനേറ്റഡ് കുറേ ഉള്ള ഭാഗത്തിന് വൈറ്റ് മാറ്റർ പറയുന്നു. ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത് ഇപ്പോൾ നമ്മൾ പഠിച്ചു കേട്ടോ. പിന്നെ അവിടെ സൈഡിലൊരു ബോക്സിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആൻഡ് ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആൻഡ് ഷ്വാൻ സെൽസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ന്യൂറോൺസ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ന്യൂറോൺസിന് അല്ലെ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു. ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ് കൺസ്ട്രക്ട് മൈലിൻ ഷീത്ത് ബൈ കവറിങ് ദ ഡിഫറെൻറ്റ് ആക്സൺ സൈമുൾട്ടേനിയസ്ലി ഓർ ബൈ കവറിങ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ആക്സൺ റിപ്പീറ്റഡ്ലി. അപ്പോൾ ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ത് ചെയ്യുന്നു? ഈ മൈലിൻ ഷീത്തിൻ്റെ ആ ഭാഗത്തിന് കവറിങ് ഡിഫറെൻറ്റ് ആക്സൺ സൈമുൾട്ടേനിയസ്ലി. ഇപ്പോൾ നമ്മൾ ആ പിക്ചർ നോക്കിയാൽ എഴുതാം. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പല ആക്സൻസിന് മുന്നത്തെ പേജിലൊരു പിക്ചർ കണ്ടാൽ ആ ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് പല ആക്സൻസിനെ കവർ ചെയ്യും. ഇപ്പോൾ ഒരു നരമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെ ആക്സനായിട്ട് കണക്ഷൻ ഉണ്ട്, അടുത്ത ന്യൂറോണായിട്ട് കണക്ഷൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ 2 എണ്ണത്തിൻ്റെ ഇടയിലാണ് അത് നടുവിൽ ഒരു കണ്ണ് പോലെ സാധനത്തിന് കൊടുത്തിട്ടുള്ള മുന്നത്തെ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പോൾ പല ന്യൂറോൺസിൻ്റെ ആക്സൻസിനെയും പിടിച്ച് ഇതാക്കുന്നതാണ് ആര്? നമ്മളിവിടെ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് ആ പിക്ചറിൽ നമുക്ക് നോക്കട്ടോ. ഇനി മൈലിൻ ഷീത്ത് മേഡപ്പ് ഓഫ് ഷ്വാൻ സെൽസ് ആർ സീൻ ഇൻ ആക്സൻസ് ഇൻ നെർവ്. എവിടെയാണ് കാണുന്നത്? ആക്സൻസിലാണ് കാണുന്നത്. ഷ്വാൻ സെൽസ് എൻസർക്കിൾ ദ ആക്സൻ റിപ്പീറ്റഡ്ലി. ഇതിങ്ങനെ കവർ ചെയ്ത് വരുന്നു, അത്രേ ഉള്ളൂ.
ഓക്കെ, ഞാൻ ഭാഗം നോക്കണ്ട, നമ്മൾ പഠിച്ച ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് സ്റ്റിമുലൈ എന്ന് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ റിസപ്റ്റേഴ്സ് എന്ന് പഠിച്ചു, പിന്നെ ന്യൂറോണിനെ പടം വരയ്ക്കാനും അതിൻ്റെ ഭാഗങ്ങളുടെ ഇതും പഠിക്കാൻ ചോദിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും, മൈലിൻ ഷീത്ത് എന്താണെന്ന് പഠിക്കണം. പിന്നെ ഒലിഗോഡൻ ബ്രെയിനിലും സ്പൈനൽ കോഡിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഫങ്ഷൻസും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വെക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അതായത് എങ്ങനെയാണ് ഇമ്പൾസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, മെസ്സേജ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ സിമ്പിളായിട്ട് പറയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇമ്പൾസുകൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ദ നെർവസ് സിസ്റ്റം കൺട്രോൾ കോർഡിനേഷൻ ഓഫ് അത് നമ്മൾ എന്താ പറയുക, ഈ ഒരു ആക്സണിലൂടെ അല്ലെങ്കിൽ ഈ ഞരമ്പിലൂടെയാണ് ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. നെർവ് സിസ്റ്റം ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സിമ്പിൾസ് ജനറേറ്റഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ന്യൂറോൺസ്. അപ്പോൾ അതായത് ഈ ഒരു ഞരമ്പ് നമുക്ക് ഈ ഒരു ഞരമ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ന്യൂറോണിൻ്റെ പുറത്തെ ഭാഗം പ്ലസ് ചാർജും ഉള്ളിലെ ഭാഗം എപ്പോഴും നെഗറ്റീവ് ചാർജും ആയിരിക്കും. ആ പിക്ചറിൽ കണ്ടോ, ഇത് വായിക്കാനില്ല, പറഞ്ഞുതരാം. പുറത്തെ ഭാഗം പ്ലസ് ചാർജ് ആയിരിക്കും, ഉള്ളിലത്തെ ഭാഗം മൈനസ് ചാർജ്. അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പൊട്ടാസ്യം അയോൺ, കാൽഷ്യം, അങ്ങനെയൊക്കെ അയോണുകൾ പറഞ്ഞിട്ടില്ലേ, പൊട്ടാസ്യം മാഗ്നീഷ്യം, ഇതുപോലത്തെ അയോണുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഈ അയോൺസിൻ്റെ ചാർജ് മൂലമാണ് ഇവിടെ പ്ലസ് മൈനസ് എന്ന് പറയുന്ന ചാർജ് അവിടെ വരാൻ കാരണം. അപ്പോൾ പുറം ഭാഗം എന്തായിരിക്കും, എപ്പോഴും പ്ലസ് ആയിരിക്കും, ഉള്ളിലത്തെ ഭാഗം നെഗറ്റീവ് ആയിരിക്കും. ഇത് ചില സമയത്ത് എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയോണുകൾ ഉണ്ടല്ലോ, ഈ പ്ലസ് ഇതിൻ്റെ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ പ്ലസ് ചാർജിന് ഒരു കുറേ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക, കുറേ ഇങ്ങനെ അയോൺസിൻ്റെ അവർ കൂടും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൈനസ് ചാർജ് മാറിയിട്ട് ആ ഒരു ഉണ്ടായ ഭാഗം പ്ലസ് ചാർജ്. അപ്പോൾ രണ്ടാമത്തെ പിക്ചറിൽ കണ്ടോ, ആ ഒരു പോർഷൻ റോസ് കളർ എന്ന പോർഷനിൽ അവർ കുറേ പോസിറ്റീവിനെ ഉള്ളിലുണ്ടാക്കി. അപ്പോൾ ആ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് മാറി ഉള്ളിൽ പ്ലസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറത്ത് നന്നായിട്ട് മാറുന്നു, നെഗറ്റീവായിട്ട് മാറുന്നു. ഇനി അടുത്തത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അടുത്തത് അപ്പോൾ ഇങ്ങനെ പ്ലസ് ആകുമ്പോൾ അത് അടുത്ത ഭാഗത്തിലേക്ക് അത് ട്രാൻസ്ഫർ നടത്തും. ഈ പ്ലസ് എന്ന് വെച്ചാൽ അടുത്ത പൊസിഷനിലേക്ക് അവർ ട്രാൻസ്ഫർ നടത്തും. അപ്പോൾ ഇങ്ങനെ അത് ഈ ഇതാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ കാരണം അവിടെ അയോൺസിൻ്റെ ചാർജാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പൾസുകളെ ട്രാൻസ്ഫർ നടത്തുന്നത്. ഇതാണ് ഈ പാരഗ്രാഫും അടുത്ത പാരഗ്രാഫിലും തന്നിട്ടുള്ളത്. നിങ്ങൾ ചോദിക്കുമ്പോഴാണ്, അതായത് നമ്മുടെ ഒരു ന്യൂറോണിൽ പുറം ഭാഗം പ്ലസ് ആയിരിക്കും, ഉൾഭാഗം നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ സർട്ടൻ അയോൺ, ചില അയോണുകൾ ഉള്ളത് കാരണം. ഈ അയോണുകൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് ഉൾഭാഗത്ത് ചിലപ്പോൾ പോസിറ്റീവായിട്ട് മാറാം. അപ്പോൾ പെട്ടെന്ന് ഒരു കൂടുതൽ പ്ലസ് ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉള്ളിൽ പ്ലസ് ആവും, പുറത്ത് നെഗറ്റീവായിട്ട് മാറുന്നു. ഇനി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഉള്ളിലേക്ക് പിന്നെ ട്രാൻസ്ഫറിങ് നടത്തും. ഈ പ്ലസ് ചാർജ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചാർജുകൾ അങ്ങനെ മാറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പൾസുകളെ എന്ത് ചെയ്യുന്നു പറഞ്ഞത്, നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ രണ്ട് പാരഗ്രാഫുള്ളത്. ഞാൻ വായിക്കുന്നില്ല, അതിങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി അതിടത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ചാർജസ് ഓൺ ഐദർ സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, ഏതൊക്കെയാണ്, പുറത്ത് പ്ലസ്, ഉള്ളിൽ നെഗറ്റീവ്. ചാർജസ് ഇൻ ദ ചേഞ്ച് ഇൻ ചാർജസ് ഓഫ് അയോൺസ് വെൻ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ പ്ലസ് ആവുന്നു, നെഗറ്റീവ് ആവുന്നു. ആ പിക്ചർ കണ്ടോ, അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത വരാണ് സിനാപ്സസ്. സിനാപ്സ് എന്ന് പറയുമ്പോൾ എന്താ, വാട്ട് ഈസ് സിനാപ്സ്? ഇമ്പൾസ് ജനറേറ്റർ ഇൻ ദ റിസപ്റ്റർ സെൽസ് റീച്ച് ദ ബ്രെയിൻ. അതായത് ഇപ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ തൊട്ട് കയ്യുമ്പോൾ ഒരു സ്കിന്നുമ്പോൾ ഇത് തട്ടിയിട്ട് അത് നേരെ എന്ത് ചെയ്യണം, ബ്രെയിനിലേക്ക് എത്തണം. അതെ, അപ്പോൾ ഇവിടെ നിന്നുള്ള സാധനം തലച്ചോറിലേക്ക് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നെർവസ് സിസ്റ്റം. അതാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഒരു ന്യൂറോൺ, അതായത് ഒരു ഞരമ്പിൽ നിന്ന് മറ്റൊരു ഞരമ്പിലേക്ക് എങ്ങനെയായിരിക്കും മെസ്സേജ് പോകുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ പോകുന്നു എന്നാണ് പ്ലസ് മൈനസ് ചാർജൊക്കെ വെച്ചത്. പക്ഷേ ഒരു ഞരമ്പിൽ നിന്ന് മറ്റൊരു ഞരമ്പിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ നടത്തുന്നു, അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിക്ചർ കണ്ടോ, ആ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അതായത് ഇവിടെ എന്താ, ഇത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന സിനാപ്റ്റിക് നോബ് നിങ്ങൾ പഠിച്ചില്ലേ, സിനാപ്റ്റ് ഈസ് എ ജംഗ്ഷൻ. അപ്പോൾ ഈ മുന്നത്തെ പാരഗ്രാഫിൽ ഒന്നില്ല, ആ ബോക്സിൽ നോക്കിയാലാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഓർ. അപ്പോൾ ഈ ഒരു ഞരമ്പും മറ്റൊരു ഞരമ്പും തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഓർ ഇൻ മസിൽ സെൽ ഓർ ന്യൂറോ, എന്തെങ്കിലും ഏത് സെൽസിൻ്റെ ഇടയിലും രണ്ട് ന്യൂറോൺസിൻ്റെ നെർവിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഗ്യാപ്പിനെ പറയുന്ന പേരാണ്, ജംഗ്ഷനെ പറയുന്ന പേരാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത്, അപ്പോൾ സിനാപ്റ്റിക് നോബല്ലേ ഏറ്റവും ഭാഗം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഇതുപോലെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണെന്ന് മുന്നത്തെ പിക്ചർ നമ്മൾ തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പിക്ചർ നോക്കിയാട്ടോ ഞാൻ പറയുന്നത്, ഇത് നോക്കി വായിക്കാൻ പിക്ചർ നോക്കാം. അപ്പോൾ അവിടേക്ക് എന്ത് വരുന്നു, ആ റോസ് കളറാണ് ഒരു ഇമ്പൾസ് വരുന്നു. ഈ ഇമ്പൾസ് വരുമ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ആ ലാസ്റ്റ് എൻഡ് ഭാഗമില്ല, ആ വട്ടഭാഗം എന്ത് ചെയ്യും, അവിടെ കുറച്ച് കെമിക്കൽ ഉണ്ടാക്കും. ആ കെമിക്കലാണ് ആ വട്ടത്തിനുള്ളിൽ ഇങ്ങനെ കുറേ കുഞ്ഞു ഇതായിട്ടുള്ള കെമിക്കൽ. ഈ കെമിക്കൽ അതിനുള്ളിൽ കാണുന്ന സാധനത്തിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ആ മണി പോലത്തെ സാധനം നീല കളറില്ല, അതിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുക. കെമിക്കൽസ് ഉണ്ടാക്കും. ആ കെമിക്കൽസിനുള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതെന്ത് ചെയ്യുന്നു, ഈ എൻഡ് ഭാഗം എത്തുമ്പോൾ അത് ആ കെമിക്കൽ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തേക്ക് വരുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇനി അടുത്ത ഡെൻഡ്രൈറ്റ് അല്ലേ പറയാം, അടുത്തതിൻ്റെ എൻട്രി ആ ഡെൻഡ്രൈറ്റിമക്ക് പോകുന്നു, എന്നിട്ട് അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇമ്പൾസ് ട്രാൻസ്ഫർ നടത്തുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പൾസ് വരുമ്പോൾ അവിടെ ഒരു കെമിക്കൽ ഉണ്ടാകുന്നു. ഈ കെമിക്കൽ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, കെമിക്കൽ എന്ന് വെച്ചാൽ അതിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഉള്ളിലുള്ളത്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പിന്നെ പൊട്ടിയിട്ട് പിന്നെ അടുത്തേക്ക് തട്ടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ട്രാൻസ്ഫർ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സിനാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ജംഗ്ഷൻ, രണ്ട് സിനാപ്റ്റിക് നോബിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനാണ് പറയുന്നത് സിനാപ്സ്. വാട്ട് ആർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വെൻ ഇലക്ട്രിക് ഇമ്പൾസ് റീസ് സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് എ കെമിക്കൽ. ആ കെമിക്കലിനെ പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ആ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. പിന്നെ പറഞ്ഞിട്ട് അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ ആർ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ. ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ എക്സാമ്പിളാണ് ഡോപ്പാമിൻ എന്ന് പറയുന്നത്, അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നതും എന്നാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരാം. ഈ സിനാപ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, അത് സ്പീഡാക്കാൻ വേണ്ടിയിട്ട്, സ്പീഡ് പെട്ടെന്ന് ആ ഇമ്പൾസ് മെസ്സേജ് എന്ന് പറയുന്നത് ഇമ്പൾസിനെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് സിനാപ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് പേജ് നമുക്ക് തന്നിട്ടുണ്ട്. കുറേ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, നെർവസ് സെല്ല്, മസിൽ സെല്ല്, ഗ്ലാൻഡുലാർ സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് തന്നിട്ടുണ്ട്. അതൊരു ഗ്ലാൻഡ്, ആ വട്ടത്തിലുള്ള സെല്ലില്ലേ അതാണ് ഗ്ലാൻഡ്. അതുമൊക്കെ ഈ ഞരമ്പ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിനിടയിൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് സിനാപ്സിൻ്റെ 2 സ്ട്രക്ചേഴ്സ് ഇതിൽ വരയ്ക്കാൻ പഠിച്ചു. ഫസ്റ്റ് ന്യൂറോണിൻ്റെ പറഞ്ഞില്ലേ, ന്യൂറോണിൻ്റെ വരയ്ക്കാൻ പഠിക്കണം. പിന്നെ ഇപ്പോൾ ഇതുണ്ടല്ലോ ഈ 2 ജംഗ്ഷൻ്റെ ഇടയിൽ സിനാപ്സിൻ്റെ ആ പിക്ചറും വരയ്ക്കാൻ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് വേണമെങ്കിലും വരാം. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ സിനാപ്സ്. ഇപ്പോൾ പഠിച്ചില്ലേ എങ്ങനെയാണ് ഇമ്പൾസ് ഉണ്ടാവുക, ആദ്യം വരുമ്പോൾ അവിടെ കെമിക്കൽ ഉണ്ടാവും, കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് പൊട്ടിയിട്ട് അടുത്ത അതിലേക്ക് വരുന്നു, അങ്ങനെയാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻസ് എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്, അത് സ്പീഡ് അവിടെ പറഞ്ഞിട്ട് ലാസ്റ്റ് വരെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനാപ്സിൻ്റെ ഇതൊക്കെ വരുന്നത്, സിനാപ്സുകൾ ഡിഫറെൻറ്റ് ടൈപ്പുകൾ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്, അസറ്റൈൽ കൊളൈൻ, ഡോപ്പാമിൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനാപ്സ്, അത് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുള്ള ഈ പേജിൻ്റെ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ നെർവ് സെൽസിൽ ഒരു സിനാപ്സ് വന്നിട്ടുണ്ട്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മസിൽ സെൽസിൻ്റെ, ഗ്ലാൻഡുലാർ സെൽസിൻ്റെ ഒക്കെ സിനാപ്സ്, അതാണ് കേട്ടോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനാപ്സ്, മറ്റേതല്ല. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ്, അപ്പോൾ ആ ബോക്സിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നിട്ടുള്ളത് 2 ടൈപ്പ് ഓഫ് ന്യൂറോണുകൾ ഉണ്ടെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമ്മളത് 3 ആക്കി പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആണുള്ളത്, 3 ടൈപ്പ് ഓഫ് ഞരമ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ സെൻസറി നെർവ് എന്ന് പറയുന്നത്, മോട്ടോർ നെർവ് എന്ന് പറയുന്നത്, മിക്സ്ഡ് നെർവ്. ആ ബോക്സിലുണ്ട് സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സ്ഡ് നെർവ്. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ കയ്യുമ്പോൾ അത് തട്ടുമ്പോൾ അത് ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവിടെ അതായത് നമ്മളൊരു ബോഡി പാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് എത്തിക്കുന്നത്, ഒരു ബോഡി പാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് അവിടെ പറയുന്നത് സെൻസറി നെർവ് എന്നും, ഇനി ബ്രെയിനിൽ നിന്ന് തിരിച്ച് ആ ബോഡി പാർട്ടിലേക്ക് എത്തിക്കുന്നത് മോട്ടോർ നെർവ്. ഇപ്പോൾ നമ്മൾ എനിക്ക് ഷോക്ക് അടിച്ചു എന്ന് പറയുമ്പോൾ അപ്പോഴത്തെ കൈ വലിക്കില്ല. അപ്പോൾ ഷോക്ക് അടിച്ചു എന്ന് പറയുമ്പോൾ ആ കയ്യുമ്പോൾ നിന്ന് മെസ്സേജ് ആർക്ക് പോകണം, തലച്ചോറിലേക്ക് പോകണം. അത് എത്തിക്കുന്നത് ആരാ, സെൻസറി. ഇനി തലച്ചോറ് പറയുകയാണ് അയ്യോ വേഗം കൈ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു മെസ്സേജ് എവിടേക്ക് പോകണം, ഈ കൈയിൻ്റെ അറ്റത്തേക്ക് പോകണം. അപ്പോൾ അവിടേക്ക് എത്തിക്കുന്നത് ആരാണ്, മോട്ടോർ നെർവ്. ഇനി ഇതാണ് 2 നെർവിൻ്റെ ഇത്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു മിക്സഡ് നെർവ് എന്ന് വെച്ചാൽ ഇത് 2 ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ക്യാരി ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും 2ൽക്കും അങ്ങോട്ടും പറ്റും ഇങ്ങോട്ടും പറ്റും, അതിനൊക്കെ 2നും പറ്റുന്ന ആൾക്കാരാണ് മിക്സ്ഡ് നെർവ് എന്ന് പറയുന്നത്. സെൻസറി നെർവിൻ്റെയും മോട്ടോർ നെർവിൻ്റെയും 2ഉം കൂടി ജോയിൻറ്റ് കോമ്പിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് മുന്നേ തന്നിട്ടുണ്ട്, ഇവിടെ കണ്ടോ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, എന്താണ് നെർവ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്, യു നോ ദാറ്റ് നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ അല്ലേ, ആക്സോണുകളുടെ കൂട്ടാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അവർ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് ഓഫ് നെർവുകൾ ഏതാണ്, സെൻസറി, മോട്ടോർ, മിക്സ്ഡ് നെർവ്. അതിൻ്റെ ഈ ബോക്സ് പഠിക്കാം കേട്ടോ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ, സ്പൈനൽ കോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, നമ്മൾ നെക്സ്റ്റ് പാർട്ട് ആയിട്ട് പറയാം. അപ്പോൾ ഇതുവരെ പഠിക്കുക, ഇവിടം വരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ വാട്ട് ഈസ് സ്റ്റിമുലെ, വാട്ട് ഈസ് റിസപ്റ്റർ, പിന്നെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിക്കണം, അതിനെ വരയ്ക്കാൻ വേണ്ടി പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ
എന്താ പറയുക ഷ്വാൻ സെൽസ് എന്താണെന്ന് പഠിക്കണം. അല്ല മൈലിൻ ഷീത്ത് ഷ്വാൻ സെൽസ് ആ ഭാഗം പഠിക്കുക. അത് കഴിഞ്ഞാൽ ഒലിഗോഡർ, അത് വൈറ്റ് ഗ്രേ മാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഡിഫറൻസസ് പഠിക്കുക. പിന്നെ ഇമ്പൾസസ് എങ്ങനെയാണ് പ്ലസ് മൈനസ് ട്രാൻസ്ഫർ ചെയ്യുന്നതില്ലേ അത് പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ സിനാപ്സിൻ്റെ ആ പിക്ചർ വരയ്ക്കാൻ പഠിക്കണം. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ, എന്താണ് ആ ഒരു ഭാഗം. അത് കഴിഞ്ഞപ്പോൾ 3 ടൈപ്പ് ഓഫ് ന്യൂറോൺസ് പഠിക്കുക. എളുപ്പമാണ്, നിങ്ങൾ പഠിച്ചേ പറ്റൂ, വേറെ ഇതില്ല. ഓക്കെ, അപ്പോൾ ഇനി നെർവസ് സിസ്റ്റം നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ മക്കളെ, എല്ലാവരും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം.